എൻ്റെ ആറ്റുകാലം വെച്ച് ഈ ഓടിത്തള്ളിക്കൂ അടിപേടിച്ച് KPCC-ക്കാരുടെ കൂട്ടയോട്ടം. കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും DYFI പ്രവർത്തകരും അടിച്ച് റൊട്ടിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രഖ്യാപിച്ച DGP ഓഫീസ് മാർച്ച് നിർത്തി നേതാക്കൾ പാതി വഴിയിൽ ഓടി രക്ഷപ്പെട്ടു. പ്രധാന നേതാക്കളെല്ലാം കൈകോർത്തു വന്നെങ്കിലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ, അല്പം വെള്ളം ദേഹത്ത് തെറിച്ചപ്പോൾ, പോലീസ് ടിയർ ഗ്യാസ് പൊട്ടിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം കണ്ടം വഴി ഓടി. സുധാകരന് ദേഹാസ്വാസ്ഥ്യം എന്ന് ഒരു പ്രധാനപ്പെട്ട ചാനലിനെ ക്യാപ്ഷൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇന്ന് നേതാക്കൾ ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകാനിരിക്കുന്ന സുധാകരനെയും വിളിച്ചുകൊണ്ട് ഉപരോധത്തിന് വന്നത്. അത് അദ്ദേഹത്തിന് പണി കൊടുക്കാനാണോ അതോ ഇനിയെങ്ങാനും ഒരു രക്തസാക്ഷിയെ കിട്ടിയാലോ എന്ന് കരുതിയാണോ എന്നറിയില്ല. അദ്ദേഹവും ഉണ്ടായിരുന്നു മുൻപന്തിയിൽ. വെള്ളം തെറിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സുധാകരന് ദേഹാസ്വാസ്ഥ്യം എന്ന് ആ ചാനൽ ക്യാപ്ഷൻ കൊടുക്കുകയും ചെയ്തു. വെള്ളം ദേഹത്ത് തെറിക്കുമ്പോൾ എങ്ങനെയാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നതെന്നായിരുന്നു ഞങ്ങളുടെ ക്യാമറാമാൻമാർ പകർത്തിയ ദൃശ്യങ്ങളിൽ ഞങ്ങൾ പരിശോധിച്ചത്. വെയിലായതിനാൽ താൻ അധികം സംസാരിക്കുന്നില്ലെന്നും എത്രയും വേഗം നമുക്ക് പിരിഞ്ഞു പോകാമെന്ന് സുധാകരൻ പറഞ്ഞപ്പോൾ അടുത്ത പ്രാസംഗികനായ സതീശനും മറ്റു നേതാക്കളും എന്തൊക്കെയോ അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു വേദിയിൽ. ഞാനൊരു അരമണിക്കൂർ സംസാരിക്കണമെന്ന് കരുതിയാണ് പറഞ്ഞത്. ഞാനത് 15 മിനിറ്റാക്കി ചുരുക്കുകയാണ്. മറ്റു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകണം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ ചടങ്ങ് അവസാനിപ്പിക്കണം. പൊരി വെയിലത്താണ് ഞാനും നിങ്ങളും. വി ഡി സതീശൻ പ്രസംഗം തുടങ്ങിയതേ ഉള്ളൂ, പോലീസ് വെള്ളം ചീറ്റൽ ആരംഭിച്ചു, ടിയർ ഗ്യാസും പൊട്ടിച്ചു. സതീശൻ പേടിച്ച് പ്രസംഗം നിർത്തി. ഇടംബലം നോക്കാതെ എൻ്റെ ആറ്റുകാലം വെച്ച് എന്നും വിളിച്ചുകൊണ്ട് ജീവനും കൊണ്ടോടി. നിമിഷ നേരം കൊണ്ട് നേതാക്കന്മാർ മുതുകാടിൻ്റെ ഫയർ എസ്കേപ്പിനെ വെല്ലുമാറ് എതിലേ പോയെന്ന് കണ്ടില്ല. എല്ലാവരും പെട്ടെന്ന് വാനിഷായി. ഒരു പണി വന്നാൽ രക്ഷാപ്രവർത്തനം നടത്തി തങ്ങളെ കൊണ്ടുപോകുവാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നവർ വന്നു ഓരോരുത്തരെയായി നേതാക്കന്മാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. വെള്ളം തെറിച്ച് ദേഹം നിറഞ്ഞ സുധാകരനെ തോർത്തുവാൻ കൊണ്ടുപോകുവാൻ ഒരു വണ്ടിയും കാണാതായപ്പോൾ അവർ ആദ്യം കണ്ട മീഡിയ വൺ റിപ്പോർട്ടറുടെ കാറിൽ സുധാകരനെ പിടിച്ചു കയറ്റി. അത് കണ്ടുനിന്ന ചാണ്ടിയുമ്മനും ഞാനും കൂടെ എന്ന് പറഞ്ഞ് ആദ്യം കാറിൽ ചാടിക്കയറി. മാധ്യമങ്ങൾക്ക് നല്ല ഉശിരൻ ബൈറ്റ് കൊടുക്കുവാൻ തയ്യാറായി വന്ന നേതാക്കൾ ദേഹം നനഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് വണ്ടി വിട്ടപ്പോൾ അവസരം കിട്ടിയ ചിഹ്ന നേതാക്കൾ പറ്റാവുന്ന രീതിയിലൊക്കെ പെരുവിരലിൽ ഉയർന്നു നിന്ന് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. വെള്ളം ചീറ്റിച്ചു തുടങ്ങിയതേ ഒരു രക്ഷാപ്രവർത്തകൻ തരൂരിനെ തിരഞ്ഞുപിടിച്ച് ഉടയാതെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നത് കാണുക. അവിടെ നിന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തു. നനഞ്ഞാലും വേണ്ടില്ല മുതലായി എന്ന് പറഞ്ഞ അദ്ദേഹം വീട്ടിൽ പോയി. ആ സമയം കൊണ്ട് സതീശൻ ഓടിത്തള്ളി വെള്ളയമ്പലം ഇന്ദിരാഭവനിലെത്തി നനഞ്ഞ കതർ മാറ്റി. നേതാക്കൾ ഓടിത്തള്ളിയതിനെ തുടർന്ന് നനഞ്ഞു കുതിർന്ന അണികൾ കുറെ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു.
രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശോഭിച്ചതുപോലെ ശോഭിക്കുവാൻ സാധിച്ചില്ല. പറ്റാവുന്ന അവസരങ്ങളൊക്കെ അദ്ദേഹം എത്തിവലിഞ്ഞ് നോക്കിയെങ്കിലും ഒന്നും അങ്ങോട്ട് ക്ലിക്കായില്ല. ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം KSU പിള്ളാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ നല്ല ചൂടാക്കി കൊണ്ടുവന്ന സമരം കടൽക്കിഴവന്മാർ ഇറങ്ങി നനച്ചു കളഞ്ഞു, നനഞ്ഞ പടക്കം പോലാക്കി. അങ്ങനെ കലാശക്കൊട്ട് ഒളിഞ്ഞു പാളീസായി. നനഞ്ഞ സുധാകരനെയും താങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഈ വയ്യാത്ത പട്ടിയൊക്കെ എന്തിനാണ് കയ്യാല കയറുവാൻ നോക്കുന്നത് എന്ന് ആരൊക്കെയോ വിവരമുള്ളവർ തമ്മിൽ ചോദിക്കുന്നത് കേട്ടു. ഏറ്റവും സഹിക്കുവാൻ കഴിയാതെ പോയ കാര്യം, മുഖ്യ നേതാക്കളുടെ ക്ലോസ് ഷോട്ട് എടുക്കുവാൻ നിന്ന ജയ്ഹിന്ദ് ചാനൽ ക്യാമറമാനെ വെള്ളമടിച്ച് കുളിപ്പിക്കുക മാത്രമല്ല ക്യാമറയിൽ മണ്ണും വാരിയിട്ടു എന്നതാണ്. ആ പാവത്തിൻ്റെ പോക്ക് കാണുക. ചുരുക്കി പറഞ്ഞാൽ അവസാനം സമരം ഹൈജാക്ക് ചെയ്യുവാൻ വന്ന കടൽക്കിഴവന്മാർ ശരിക്കും പ്ലിങ്ങിപ്പോയി എന്ന് സാരം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.